റെസ്പോൺസിബിളായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. എപ്പോഴും കുറേ പോരായ്മകൾ ഉണ്ടാവുമല്ലോ, അത് മേക്കപ്പ് ചെയ്യാൻ ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട്. റവന്യൂ വകുപ്പും മുഖ്യമന്ത്രി ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി പലയിടത്തും. അതൊക്കെ നിങ്ങൾ ഒരു കാര്യമില്ലാതെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യമില്ലാതെ ഈ ദുരന്ത സമയത്തെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിവാദം നമുക്ക് വ്യവസായം പിന്നെ ആവാലോ. ഇവിടെ ഇനി മണ്ണെടുപ്പോ കോറിങ്ങോ ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ ഉണ്ടാവില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിടിഞ്ഞ ഈ ഡേഞ്ചറസ് ആയ മേഖല എവിടെയും ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. അത് പിന്നെ ആരാണ് സ്ഥല ഉടമ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ആളുകളുടെ ഈ ആളുകളുടെ സുരക്ഷിതത്വം മാത്രമേ നോക്കുകയുള്ളൂ. ഇത് തങ്ങൾ കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് വിറ്റുപോയ ഒരു സ്ഥലത്ത് ആരൊക്കെയാണ് ആക്ടിവിറ്റി നടത്തുന്നത് അറിഞ്ഞൂടാ. നിങ്ങൾക്കൊരു ബോധ്യം വരെ കുറേ ദിവസം പലതും റിപ്പോർട്ട് ചെയ്തതല്ലേ, അവിടെ നിങ്ങൾക്കൊരു ബോധ്യം വന്നോട്ടെ എന്നുള്ളതൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ ആരൊക്കെയാണെന്നൊക്കെ? എനിക്കറിഞ്ഞൂടാ. പൊട്ട് കേട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഒരു പൊട്ടല്ലേ ഉള്ളൂ. പേരിൽ ഒരു വാണിംഗം കൊടുത്ത് ഒഴിവാക്കിയതായിരുന്നു. ജിയോളജിയിൽ എൻ്റെ സ്റ്റാഫ് എന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു. എല്ലാത്തിനും റെക്കോർഡ് ഉണ്ട്, അന്വേഷിച്ചാൽ അറിയാം. കോറിയിലൊക്കെ പൊട്ടിക്കുന്ന പോലെ പിന്നെ ഇതിന്റെ പേരിൽ കേരളം ഒട്ടാകെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള മൈനിങ് 100% സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 100% സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ സുരക്ഷിതത്വത്തിന് ഉറപ്പുവരുത്താത്ത ഒരു കോറി ആക്ടിവിറ്റിയും സമ്മതിക്കില്ല. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓഫ് മിനിസ്റ്ററാണ് ഞാൻ. കേരളത്തിൽ ഒരുപാട് മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം. മുഖ്യമന്ത്രി അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് സമ്മതിക്കില്ല. പലപ്പോഴും കുറച്ച് സ്ഥലത്തേക്ക് മാത്രം പെർമിഷൻ എടുത്ത് ഒരുപാട് സ്ഥലത്ത് മൈനിങ് നടത്തുന്നതാണ് ഇവരുടെയൊക്കെ രീതികളുള്ളത്. അത് തടയിടാൻ ഈ ഒരു സംവിധാനം കൊണ്ട് ഇല്ല. അത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഒരു മെഷർ നടക്കുന്നുണ്ട്. പിന്നെ സർവേ നടത്തിയിട്ട് ഡ്രോൺ സർവേ നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഭാവിയിൽ ഇല്ലാതിരിക്കാൻ. അത് അവൈൽ ചെയ്ത് നിയമപരമായി കോറിയിങ് നടത്തി പോകുന്ന ആളുകൾക്ക് പ്രോബ്ലം ഇല്ല, സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട്. അല്ലാത്തവരുടെ കാര്യത്തിൽ കേരളത്തിൽ ഈ ഇപ്പോൾ 2018 അതിനുശേഷം ഇപ്പോഴൊക്കെ വന്ന അവസ്ഥകൾ വെച്ചിട്ട് ഡേഞ്ചറുള്ള യാതൊരുവിധ ആക്ടിവിറ്റി, അതിപ്പോൾ നമ്മൾ ചുരം തീർക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഡേഞ്ചറുള്ള ആക്ടിവിറ്റികളൊന്നും സമ്മതിക്കൂല. അത് വളരെ കറക്റ്റ്. ഇപ്പോൾ സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇല്ലീഗൽ മൈനിങ് എവിടെയും നടക്കൂല. അതോടൊപ്പം തന്നെ മഴക്കെടുതി പല മേഖലകളിലുണ്ട്. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല, വീഴ്ച സംഭവിച്ചു എന്നൊക്കെ തന്നെ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. എപ്പോഴും കുറേ പോരായ്മകൾ ഉണ്ടാവുമല്ലോ, അത് മേക്കപ്പ് ചെയ്യാൻ ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട്. റവന്യൂ വകുപ്പും മുഖ്യമന്ത്രി ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി പലയിടത്തും. അതൊക്കെ നിങ്ങൾ ഒരു കാര്യമില്ലാതെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യമില്ലാതെ ഈ ദുരന്ത സമയത്തെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിവാദം നമുക്ക് വ്യവസായം പിന്നെ ആവാലോ. ഉപേക്ഷിക്കപ്പെട്ട കോറികൾ ചെങ്കൽ കോറികളൊക്കെ ഒരുപാട് മലപ്പുറം ജില്ലയിലുണ്ട്. പലതും ഇപ്പോൾ ഒരു ജലസംഭരണ കേന്ദ്രങ്ങളെ മാറിയിരിക്കും. വലിയ തോതിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി സ്വീകരിക്കുന്നത്. അതാണല്ലോ നേരത്തെ കളക്ടർ പറഞ്ഞത്. അതിന്റെ സുരക്ഷിതത്വം അവർ എക്സ്പെർട്ട് ടീം പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. ഉപേക്ഷിക്കപ്പെട്ട കോറികളും പരിശോധന. പിന്നെ ഇപ്പൊ ഒന്ന് പറഞ്ഞ ഇവിടെ അത് തന്നെയാണ്. ഇതിന്റെ അപ്പുറത്ത് ചെങ്കല്ല് വെട്ടിയ കുഴിയുണ്ട്. അവിടെ വെള്ളം കെട്ടി നിന്നിട്ടാണ് 2018 എല്ലാം കൂടി മണ്ണ് ബൾജ് ചെയ്ത് വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നോക്കണം. 100% ഇല്ലീഗലായിട്ടുള്ള എണ്ണം ഡയറക്ടറേറ്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. മൈനിങ് ജിയോളജി ഡയറക്ടറേറ്റിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ മതി. ഇല്ലീഗൽ കോറി ഒരെണ്ണം കേരളത്തിൽ വർക്ക് ചെയ്യൂല. ആ രീതിയിലുള്ള ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം കൂടെ മിനിസ്റ്ററെ, മുൻപ് പ്രശ്നമുണ്ടായി നമ്മൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് അനുമതിയോടുകൂടി നിർമ്മാണം നടത്തിയെന്ന ന്യായീകരണം ഈ സ്ഥലം ഉടമകൾ ഉൾപ്പെടെ നടത്തുന്നത്. അപ്പോൾ ഒരു ഡിക്ലറേഷൻ ഇക്കാര്യത്തിൽ പരിസ്ഥിതി ലോല മേഖലയാണെന്ന ഡിക്ലറേഷനൊക്കെ തന്നെ വരാത്ത ഭാവിയിലും നിർമ്മാണം നടക്കില്ല ഇത്തരത്തിലുള്ള മേഖലയിൽ. അല്ല, ഭാവിയിൽ നിർമ്മാണമൊന്നും നടക്കില്ല. പക്ഷേ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഒരുപാടുണ്ട്. അതിന്റെ എക്സ്പെർട്ട് കമ്മിറ്റി ഒക്കെ ഉണ്ട്, അവർ നോക്കി അതിന്റെ സമയത്ത് ചെയ്യട്ടെ. പക്ഷേ ഇവിടെ കൺസ്ട്രക്ഷൻ ഇനി നടക്കൂല, അത് 100% ഉറപ്പാണ്.